Hello Hello guys, guys, welcome back. നമ്മൾ continuation of this is Mahabharata part 2 part. of Mahabharata Narasimha. Yes, Okay, so if you haven't watched part 1, go check it out. And there is more and more videos in our channel. Go check it out and do Yeah. support us. let us know what we have to react next, and if you have any movie recommendations, let us know. What else? If you're That's new, it. just subscribe the channel, okay? And like the won't be video. saying, we won't be saying this again and again. So let's get into part 2. yes, and also if you guys want us to react on Kurukshetra, do Yeah. let us know because I think many of them I are think, messaging in the Instagram. Yeah, I think maybe we might let us know because we'll try to do some animations Yes. just like Kurukshetra, and maybe something related to Indian mythology. Maybe, Indian yeah. Hinduism, So without something further like that. ado, Yeah, we'll get into part 2 get of into the video. Mahabharata Narasimha. Yes, 3, 2, 1 and go. This one is Bhumi Devi. എന്നെ വിടൂ. എന്നെ പോകാൻ അനുവദിക്കൂ. ദുഷ്ടാ, എന്റെ പ്രഭു നിന്നെ സംഹരിച്ചിരിക്കും. എന്നെ വിടൂ. കടലിനകത്തോട്ട് അല്ലയോ പ്രഭു, എന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചാലും. അല്ലയോ മഹാപ്രഭു, എന്താണ് ഈ സംഭവിക്കുന്നത്? ഇതിന് പിന്നിലുള്ള രഹസ്യം എന്താണ്? ഇന്നുവരെ ഇവിടെ ഒരു അസുരനും തന്റെ ശക്തി ഇത്ര നീചമായി ഉപയോഗിച്ചിട്ടില്ല. ഭൂമി ദേവിക്ക് ഇതുപോലൊരു അവസ്ഥ നമുക്ക് തെല്ലും വിശ്വസിക്കാനാവുന്നില്ല പ്രഭു. അല്ലയോ പ്രപഞ്ച സൃഷ്ടാവേ, സൂര്യദേവനല്ലേ? ഭൂമിദേവിയെ ഗർഭോദക പെരുങ്കടലിൽ നിന്നും രക്ഷിക്കാൻ അങ്ങ് സഹായിച്ചാലും പ്രഭു. സൂര്യദേവനും ഈ മോഹനാണ് സന്ദർഭത്തിൽ നിന്നും ഭൂമി ദേവിയെ ഇത് രക്ഷിക്കുക ബ്രഹ്മ. എന്ന ദൗത്യം സാധ്യമാകുന്നത് പരമാത്മാവ് വിഷ്ണുവിന് മാത്രമാണ്. അല്ലയോ ഭഗവാനെ, ഭൂമി ദേവിയെ രക്ഷിക്കുവാൻ അങ്ങ് അവതരിച്ചാലും എന്താണിത്? അത്ഭുതം. ഏതാണ് ഈ വിചിത്രമായ ജീവി? നമ്മുടെ നാസാരന്ധ്രത്തിൽ നിന്ന് പുറത്തു വന്നതാണല്ലോ. വരാഹരൂപം. ഓ, from Kantara. Goosebumps, ഇരിക്കുവല്ലേ? Goosebumps. Whoa. He went directly to Sega. എന്റെ പ്രഭു. പ്രഭു, അങ്ങ് വന്നോ? ഒടുവിൽ അങ്ങ് വന്നു അല്ലേ? ഓ ഭൂമി ആ, കൺമുമ്പിൽ വെച്ച് ഭൂമി ദേവിനെ കൊണ്ടുവന്നു. രക്ഷിക്കാൻ മാത്രം ധൈര്യമോ നിനക്കോ?
ഇത് മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരമാണ്. ജയ് ഭവ. He's so cool. കാന്താരക്കാണ് വന്നത് ഇതേപോലെ ഒരു വരാഹ രൂപല്ലേ? Nice animation. ഓക്കെ, യൂണിവേഴ്സൽ ഫ്ലൈറ്റ് ഫൈറ്റ് ആണ് അതല്ലേ? ത്രികോലം, ഐ മീൻ 3 ലോകമുള്ളത്. അസുരലോകം, ദേവലോകം, അങ്ങനല്ല? ഞാൻ പറയാതെ. പിന്നെ ആനിമേഷൻ ആണോ? ആനിമേഷൻ കേട്ടോ. പ്ലാനറ്റ്സ് അല്ലേ നശിപ്പിക്കുന്നത്? അത് നാരായണൻ. നാരായണൻ മറ്റേ ഓ ഓ ആസ്ത്രം പോയി. അല്ലയോ മഹർഷി, അവിടുന്ന് ഈ അസുരനെ വധിച്ചെന്നാൽ ചെറിയൊരു ജീവിയെ വധിക്കുന്നത് പോലെയാകും. അവിടുന്ന് എന്തിനാണ് ഇവരോട് ഏറ്റുമുട്ടി സമയം പാഴാക്കുന്നത്? അവിടുന്ന് എത്രയും വേഗം തന്നെ ഈ അസുരനെ വധിച്ച് ആശങ്ക ഒഴിവാക്കും. ഓക്കെ ഓക്കെ, ഇപ്പൊ നിർത്തരാം. വിഷ്ണുവിനെ കളിക്കാറായോ? ഒരൊറ്റടി കണ്ണും പുറത്തു വന്നത്. അതും കണ്ടോ? ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടിയതേ ഉള്ളൂ. അഭിനന്ദനം. അപ്പൊ ഇത്ര നേരം എന്ത് ക്രൂരനായ ഈ അസുരനെ വധിച്ച് അവിടുന്ന് ഭൂമി ദേവിയെ മോചിതയാക്കിയിരിക്കുന്നു. ഞങ്ങൾ ഏവരും അങ്ങയോട് കടപ്പെട്ടിരിക്കുകയാണ് പ്രഭു. ഭഗവാനെ, പൊതുവെ വരാഹ രൂപം അധികം ഉത്ഭവിക്കാറില്ല. എന്നാൽ ഈ അവതാരത്തിലും അവിടുന്ന് സൗന്ദര്യത്തോടെയും കരുണയോടെയും ദൈവികമായും അങ്ങയുടെ ഈ അവതാരത്തെ ആരാധിക്കുന്നുവോ, ആരെല്ലാം അങ്ങയുടെ ഭക്തരായി തീർന്ന് അങ്ങയെ പൂജിക്കുന്നുവോ, തീർച്ചയായും അവരുടെ ഭാവി ധന്യമായിരിക്കും. ശ്രീ വരാഹമൂർത്തി വിജയിക്കട്ടെ, ശ്രീ വരാഹമൂർത്തി വിജയിക്കട്ടെ, ശ്രീ വരാഹമൂർത്തി വിജയിക്കട്ടെ, ശ്രീ വരാഹമൂർത്തി വിജയിക്കട്ടെ. Oh, he is dead. He's dead. അവിടുത്തെ ഇളയ പുത്രന്റെ വീരചരണത്തിൽ ദുഃഖിക്കരുത് മാതേ. അവന്റെ ധീരചരിതത്തിൽ അഭിമാനിക്കൂ. എന്തെന്നാൽ
ഇവനെ പോലൊരു മഹാവീരൻ ഇനി ഒരിക്കലും ജനിക്കില്ല. Nice shot. വീരചരമം ആ കൈ പിടിച്ച്. പ്രാപിക്കുക എന്നുള്ളത് പോരാളിയുടെ ലക്ഷണമാണ്. ഞാൻ ആ വിഷ്ണുവിനെ സംഹരിച്ച് അവന്റെ ശിരസ് അങ്ങയുടെ കാൽപാദങ്ങളിൽ സമർപ്പിച്ചിരിക്കും. വിഷ്ണുവിനെ പൂജിക്കാനായോ നീ? ദിനം പ്രതി ഹിരണ്യകശിപുവിന്റെ അക്രമങ്ങൾ നാനാദിക്കിലുമുള്ള വിഷ്ണു ഭക്തരെ ഭയചകിതരാക്കി. അവൻ ആരംഭം കുറിച്ച യുദ്ധത്തെ നേരിടാൻ ദേവലോകം തയ്യാറെടുത്തു. എന്നാൽ ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രന്റെ വ്യാകുലത ഇതേക്കുറിച്ചായിരുന്നില്ല, മറ്റൊന്നായിരുന്നു. അതെന്തെന്നാൽ അസുരകുലത്തിന്റെ അനന്തരാവകാശിയെ കുറിച്ചായിരുന്നു. Oh, his wife. ഗുരുദേവ, ഹിരണ്യാക്ഷന്റെ വധത്താൽ ഈ 3 ലോകങ്ങളും പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്റെ മനസ്സിപ്പോഴും ശാന്തമല്ല. എന്റെ സഹോദരന്റെ മൃത്യുവിന് കാരണമായവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നീ മഹാശക്തിശാലിയാണെന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. എന്നാൽ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ജീവിതചര്യയാണത് എന്നും ഹരിനാമസ്മരണയാൽ മുഴുകിയിരിക്കണം. അദ്ദേഹത്തിന്റെ കഥകൾ ശ്രമിക്കണം. അങ്ങനെ ചെയ്താൽ അവൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന് സൽഗുണം സുനിശ്ചിതമാണ്. So his wife is praying Vishnu. പരമ്പൊരുളായ ശ്രീ മഹാവിഷ്ണു ജീവജാലങ്ങളിലെല്ലാം തന്നെ നിലകൊള്ളുന്നു. അദ്ദേഹം എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ അനുഗ്രഹലബ്ധിക്കുള്ള മികച്ച വഴി എന്തെന്നാൽ മനസ്സും ശരീരവും ശുദ്ധിയാക്കി അദ്ദേഹത്തിന്റെ നാമം ഉച്ചരിക്കുന്നതാണ്. ഏവരും പൂർണ്ണ സംതൃപ്തിയോടെ ചൊല്ലും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. So how long is the tapas? I think Huh? around 5-6 months. ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഹിരണ്യകശിപുവിന്റെ ഈ കഠിന തപസ് ബ്രഹ്മാണ്ടത്തെ തന്നെ തകർക്കുന്നു. Okay, so Brahma didn't have any other choice. കണ്ണുകൾ തുറക്കൂ, കശ്യപ മുനിപുത്ര ഹിരണ്യകശ്യപു. അല്ലയോ സൃഷ്ടിയുടെ രചയിതാവേ, ആര്യന്റെ പ്രണാമം. അങ്ങയുടെ സൃഷ്ടിക്ക് ആദ്യവുമില്ല അന്ത്യവുമില്ല. അവിടുന്നാണ് പരമ്പൊരുൾ. ഈ മഹാബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാം തന്നെ അങ്ങിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണല്ലോ. അവിടുത്തെ വിനീതനായ ദാസൻ മഹാമുനി കശ്യപപുത്രൻ ഹിരണ്യകശിപുവിന്റെ കോടി പ്രണാമം. നീ അനുഷ്ഠിച്ച കഠിന തപസ്സിൽ നാം സംപ്രീതനായിരിക്കുന്നു. പറയൂ, നീ ആഗ്രഹിക്കുന്ന വരം എന്താണ്? സർവം. അല്ലയോ ബ്രഹ്മദേവ, ഈ ചരാചരത്തിൽ താങ്കളുടെ സൃഷ്ടിയിൽ ഒന്നിൽ നിന്നും എനിക്ക് മൃത്യു സംഭവിക്കില്ലെന്നുള്ള വരം നൽകണം. അഹങ്കാരികളായ ദേവന്മാരോ മനുഷ്യരോ ഭൂമിയിലെ പക്ഷിമൃഗാദികളോ പകൽ സമയത്തിലോ രാത്രിയിലോ എന്റെ വസതിയുടെ അകത്തു വെച്ചോ അല്ലെങ്കിൽ പുറത്തു വെച്ചോ ആയുധം കൊണ്ടോ തന്ത്രം കൊണ്ടോ ജീവനുള്ളവയിൽ നിന്നോ നിർജീവമായവയിൽ നിന്നോ എനിക്കൊരിക്കലും മൃത്യു സംഭവിക്കില്ലെന്നുള്ള വരം പ്രദാനം ചെയ്ത് അങ്ങനെ അനുഗ്രഹിക്കണം. 3 ലോകങ്ങളുടെയും സർവാധിപൻ ഞാനായി തീരണം. അങ്ങനെ സകല ചരാചരങ്ങളുടെയും ചക്രവർത്തിയാകണം. പ്രപഞ്ചത്തിന്റെ ഗതി തന്നെ നിയന്ത്രിച്ച് അഖിലം വാഴുന്ന ബ്രഹ്മാണ്ടത്തിലെ ഏറ്റവും ശക്തിശാലിയായി തീരാനുള്ള വഴി എന്നെ അനുഗ്രഹിച്ച് സർവാധിപതിയാക്കിയാലും പ്രഭു. ഇതുപോലെ ഒരു വരം നാം ഇതുവരെ ആർക്കും തന്നെ നൽകിയിട്ടില്ല. എന്നാൽ നിങ്ങൾ നാം തൃപ്തനാണ്. നീ അനുഷ്ഠിച്ച പോലെ ഒരു കഠിന തപസ് ഈ ഭൂലോകത്തിൽ ആരും തന്നെ അനുഷ്ഠിച്ചിട്ടില്ല. ഇനി ആർക്കും തന്നെ സാധിക്കുകയുമില്ല.
തഥാസ്തു. So pretty good animation. ശരിയായിരിക്കുന്നു. അമരനായിരിക്കുന്നു. നാം ഭഗവാനായിരിക്കുന്നു. നാമാണ് സർവത്തിനും അധിപൻ. ഹിരണ്യകശിപുവാണ് ഭഗവാൻ. ഹിരണ്യകശിപുവാണ് ഭഗവാൻ. തയ്യാറായിരുന്നു ഇന്ദ്രൻ. Ooh. ദേവന്മാരെ എല്ലാരും പിടിച്ചു. ഹിരണ്യകശിപു, എന്റെ ഇരുകരങ്ങളും നീട്ടി നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏത് കൈകൊണ്ടാണോ എന്റെ ഭക്തിയെ അപഹരിക്കാൻ സാഹസം കാണിച്ചത്, ആ കൈ വിച്ഛേദിച്ച് പ്രതികാരം ചെയ്യാൻ വന്നതാണ് ഞാൻ. എന്റെ അടിമയാണ്. ഒരു അടിമയോട് സൗഹൃദ സംഭാഷണത്തിന് നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ഓർമ്മയിരിക്കട്ടെ, ഇനി മുതൽ ദേവലോകത്തിന്റെ അധിപൻ നാമാണ്. ഇതാണ് ഇന്ദ്രകാലത്തിന്റെ ഇതല്ലേ ഇന്ദ്രദേവൻ? ഓ, ഇന്ദ്രദേവനാണോ ഫുൾ ദേവലോകം control ചെയ്യുന്നത്? ദേവലോകാധിപൻ. എന്നാൽ ഈ ക്ഷണം മുതൽ നീ എന്റെ ദാസൻ. ഏവർക്കും നാം ഒരു അറിയിപ്പ് നൽകുന്നു. അത് പൂർപ്പിച്ച് കേട്ടുകൊള്ളുക. നിങ്ങളേവരും നിങ്ങളുടെ കടമകളെല്ലാം എനിക്കായി അനുഷ്ഠിക്കുക. എന്റെ തീരുമാനങ്ങളോട് യോജിക്കുക. ഈ ക്ഷണം മുതൽ ഞാനാണ് നിങ്ങളുടെ സർവാധിപ ചക്രവർത്തി. ക്ഷേത്രങ്ങളിൽ എന്റെ പ്രതിഷ്ഠയെ ആരാധിക്കുക. മഹായജ്ഞങ്ങൾ പോലും എന്റെ ലബ്ധിക്ക് വേണ്ടിയാകണം. രചിക്കപ്പെടേണ്ട ഗ്രന്ഥങ്ങളിലെല്ലാം എന്റെ വീരകഥകളായിരിക്കണം. നിങ്ങൾ ഇനി മുതൽ ഉരുവിടുന്ന മന്ത്രങ്ങളിലെല്ലാം ഉച്ചരിക്കേണ്ട ഒരേ ഒരു നാമം ഭഗവാൻ ഹിരണ്യകശിപു എന്നായിരിക്കണം. ആജ്ഞയാണിത്. വിഷ്ണു ഒരുങ്ങിയിരുന്നോ? എന്റെ ഭക്തരെയെല്ലാം ഞാൻ ഒന്നൊന്നായി വേട്ടയാടി വകവരുത്തും. എന്നിൽ നിന്ന് പിറവിയെടുക്കുന്ന സന്തതിയും ഇത് തന്നെ തുടർന്നു പോകും. അവസാനം മറഞ്ഞിരിക്കുന്ന നിന്നെയും ഞാൻ പ്രത്യക്ഷനാക്കും. എവിടെയാണോ അന്ധകാരം പൂർണ്ണമായി നിലകൊള്ളുന്നത്, ശിവൻ എപ്പോഴും അവിടെ ഒന്നും പുതിയൊരു അറിയാത്ത വെളിച്ചം പിറവിയെടുക്കും. തഥാസ്തു. So that's it of part 2. Yeah. And we liked it really. The movie really, is really going somewhere else. വരാഹരൂപം. അയ്യോ, What a scene അത്. സംഭവം. എന്നാണത്? ലൈക്ക് അതിനകത്തൊരു ഡയലോഗ് പറഞ്ഞിട്ടില്ലേ, താങ്കൾക്ക് എന്നുവെച്ചാ താങ്കൾക്ക് വിഷ്ണുവിനെ പെട്ടെന്ന് ആണെങ്കിൽ പെട്ടെന്നാക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് തീർത്തു വിടാം. അങ്ങനെ എന്തിനാ പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞപ്പോ തന്നെ ഇടത്തേക്ക് കൊണ്ട് ഒരറ്റടി കണ്ണു പോയതുകൊണ്ട് കണ്ണൊക്കെ പുറത്ത് വന്ന് എനിക്കറിയേണ്ടത് ഡെഡ്, ഒരു ഒറ്റടിക്ക് ഡെഡ്. I want to see. I'm waiting for that. The climax fight scene, because the villain is obviously he got a varam. Okay. Like every god is like that. There is one interesting. നമുക്ക് തപസ്സിരുന്നാലും നമുക്ക് തപസ്സിരുന്നാലും തപസ് 1-2 ദിവസം ഇരുന്നാ പോരാ. ജസ്റ്റ് ലൈക്ക് വാട്ടർ ഡയറ്റ് എടുക്കുന്നതല്ല പോരാ. അത് ഇരിക്കണം. അത് കറക്റ്റ് മന്ത്രം തെറ്റാതെ ഇന്നടത്ത് പോയി മെഡിറ്റേറ്റ് ചെയ്തിരിക്കണം വർഷങ്ങളോളം. So that's it of part 2. We'll be back with part 3. So part 3. part 3. part 3 ഞാൻ 5 എന്നാട്ടെ. Okay, so we'll be back with part 3. So until then, goodbye.